കൊല്ലത്ത് LDFിന് വൻ തിരിച്ചടി. 2 മന്ത്രിമാർക്ക് പരാജയം. 11-ൽ 9 സീറ്റിലും തോൽവി. 2021-ൽ 9 സീറ്റുകളുമായി കളം നിറഞ്ഞ LDFിന് ഇക്കുറി 2 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. LDF സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത് BJPയും തിരിച്ചടി നൽകി. UDF കൊടുങ്കാറ്റ് 2 മന്ത്രിമാരുടെ ദയനീയ പരാജയത്തിനും കാരണമായി. ജില്ലയിൽ LDF ചരിത്രത്തിലില്ലാത്ത തോൽവി നേരിട്ടപ്പോൾ തകർന്നത് ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. പുനലൂരും കൊട്ടാരക്കരയുമാണ് LDF വിജയിച്ചത്. പുനലൂരിൽ CPIയുടെ C. അജയ് പ്രസാദ് 21,529 പരം വോട്ടുകൾക്ക് വിജയിച്ചപ്പോൾ കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ ഐഷ പോറ്റിക്കെതിരെ ശക്തമായ മത്സരമാണ് നേരിട്ടത്. അഭിമാനവുമുണ്ട്. സംസ്ഥാനത്തൊട്ടാകെ UDF തരംഗം ആഞ്ഞടിക്കുകയാണ്. കൊല്ലം നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 1/4 നൂറ്റാണ്ട് കാലത്തെ ഇടത് ആധിപത്യം അവസാനിപ്പിക്കുവാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. എണ്ണയിട്ട യന്ത്രത്തെ പോലെ പ്രവർത്തിച്ച കൊല്ലത്തെ UDFന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. അതിനപ്പുറത്തേക്ക് ഞങ്ങളെ സ്വന്തം ഒരു കുടുംബാംഗങ്ങളെ പോലെ സ്വീകരിച്ച കൊല്ലത്തെ പ്രബുദ്ധരായ വോട്ടർമാരോട് അങ്ങേയറ്റത്തെ കൃതജ്ഞതയുണ്ട്. നമുക്കറിയാം, കേരളത്തിലെ ജനങ്ങളോട് കടക്കുപുറത്ത് മാറി നിൽക്കങ്ങോട്ട്, വീട്ടിൽ പോയി പറയൂ ഇത്യാദിയുള്ള ആക്ഷേപ ശരങ്ങൾ ചൊരിഞ്ഞവരോട് കേരളത്തിലെ പ്രബുദ്ധ ജനത പറഞ്ഞു വീട്ടിൽ പോയി ഇരിക്കാൻ. തീർച്ചയായും UDFന് വൻപിച്ച ഭൂരിപക്ഷം നൽകി ഈ സ്വപ്നതുല്യമായ വിജയം ഞങ്ങളിൽ അർപ്പിച്ചപ്പോൾ വിനയാന്വിതരായി, കേരളത്തിന്റെ പുരോഗതിക്കായി, ജനങ്ങളുടെ ക്ഷേമത്തിനായി 1072 വോട്ടുകൾക്കാണ് മുൻ മന്ത്രി വിജയിച്ചത്. RSP മത്സരിച്ച 3 മണ്ഡലങ്ങളിലും ആധികാരികമായ വിജയം നേടി. ഇരവിപുരവും ചവറയും കുന്നത്തൂരുമാണ് RSP ജയിച്ചു കയറിയത്. 25 വർഷമായി കുന്നത്തൂർ MLA ആയി തുടരുന്ന കോവൂർ കുഞ്ഞുമോൻ പരാജയപ്പെട്ടത് 25,314 വോട്ടുകൾക്കാണ്. ചാത്തന്നൂരിൽ BJP സ്ഥാനാർത്ഥി BB ഗോപകുമാർ 4,402 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഇതൊരു അട്ടിമറി വിജയം എന്നതിനപ്പുറം ഐക്യ ജനാധിപത്യ മുന്നണി ഇരവിപുരത്ത് അർഹിക്കുന്ന വിജയമാണ് നേടിയത്. കഴിഞ്ഞ കൊല്ലം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും അയ്യനാട് ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഐക്യ ജനാധിപത്യ മുന്നണി തയ്യാറാക്കിയിട്ട് ഒരുക്കിയിട്ടിരുന്ന ഒരു ഗ്രൗണ്ടിലേക്കാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോഴുള്ള ആ ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ ടീം UDFന്റെ ഒരു വലിയ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇരവിപുരത്തെ UDF അർഹിക്കുന്ന വിജയമാണ്, അട്ടിമറി വിജയം എന്നതിനപ്പുറം അർഹിക്കുന്ന വിജയമാണ് ടീം UDFന്റെ എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം സമ്മാനിച്ച ഇരവിപുരത്തെ ഓരോ വോട്ടർമാരോടും അതിന്റെ മുന്നണി പ്രവർത്തകരോടും നേതാക്കന്മാരോടുമുള്ള വലിയ നന്ദി. അത് വാക്കുകൾ കൊണ്ടല്ല, പ്രവൃത്തി കൊണ്ട് പൂർത്തീകരിക്കപ്പെടേണ്ടുന്ന ആ ഉത്തരവാദിത്വം ആ അർത്ഥത്തിൽ ഏറ്റെടുക്കുകയാണ്. തീർച്ചയായും ആ നാടിനോടും ജനതയ്ക്കും നൽകിയ വാക്കുകൾ, നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെടുന്നതിന് ഇരവിപുരം നിയോജക മണ്ഡലത്തിലെ വികസനം അത് പൂർത്തീകരണ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള എല്ലാ മുന്നോട്ടുള്ള പോക്കിനും എല്ലാവരുടെയും പിന്തുണയും സഹായവും ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകകൂടി ചെയ്യുകയാണ്. മന്ത്രി ജെ ചിഞ്ചുറാണി ഇടത് കോട്ടയായ ചടയമംഗലത്ത് ദയനീയ പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ പത്തനാപുരത്തെ മന്ത്രി KB ഗണേഷ് കുമാറിനും അടിതെറ്റി. പത്തനാപുരത്തെ ജ്യോതി കുമാർ ചാമക്കാല 8,310 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാണ് വിജയിച്ചത്. കൊല്ലത്തെ ബിന്ദുകൃഷ്ണ 16,830 വോട്ടുകൾക്കാണ് വിജയിച്ചത്. കരുനാഗപ്പള്ളിയിൽ UDFന്റെ CR മഹേഷ് 26,618 ലീഡ് നേടിയപ്പോൾ ജില്ലയിലെ ഏറ്റവും കൂടുതൽ ലീഡായ 32,564 വോട്ടുകളുമായി PC വിഷ്ണുനാഥ് കുണ്ടറയിൽ തരംഗമായി. വലിയ വിജയം. 2016-ലും 2021-ലും 2ാം സ്ഥാനത്തെത്തിച്ച മണ്ഡലം ഇക്കുറി ചാത്തന്നൂരിലെ പ്രബുദ്ധ ജനത ഒരു വലിയ മാറ്റം ആഗ്രഹിച്ചു. നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും എത്തണമെന്ന് ആഗ്രഹിച്ചു. സ്വന്തം നാട്ടുകാരനെ അതിനപ്പുറം വിജയിപ്പിക്കണമെന്ന വലിയ ചിന്ത, ആ ചിന്തയാണ് ചാത്തന്നൂരിൽ ഉജ്ജ്വല വിജയം. പാർട്ടി പ്രവർത്തകർ, സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ അശ്രാന്തമായ പരിശ്രമം, ബൂത്ത് തല പ്രവർത്തകർ മുതൽ സംസ്ഥാന അധ്യക്ഷൻ വരെയുള്ളവരുടെ നിരന്തരമായ ഇടപെടൽ, അവരുടെ സഹകരണം, ആ സഹകരണം ഒക്കെ വലിയ വിജയത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. മാറാത്തത് ചാത്തന്നൂരിൽ മാറി. 10 വർഷം കാത്തിരിക്കേണ്ടി വന്നു. 3,388 നിന്നാണ് തുടക്കം. 2011-ൽ 33,000, 42,000, ഇപ്പോൾ അതിനേക്കാൾ വലിയ വിജയത്തിലേക്ക് മാറി. ജനം ആഗ്രഹിച്ചൊരു മാറ്റമാണ് ചാത്തന്നൂർ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ വിജയം ചാത്തന്നൂരിലെ പ്രബുദ്ധ ജനതയ്ക്ക് മുന്നിൽ ഞാൻ സമർപ്പിക്കുകയാണ്. അവരുടെ വിനീതദാസനായി ബഹുമാനായ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ പ്രധാന സേവകൻ, ഞാൻ അവരുടെ പ്രധാന സേവകനായി ചാത്തന്നൂരിലൊന്നും എന്നും എപ്പോഴും ഉണ്ടാവും. അവരാണ് എനിക്ക് പിന്തുണ നൽകിയത്. എന്റെ പൊതുപ്രവർത്തനത്തിന്, എന്റെ രാഷ്ട്രീയ രംഗത്തെ എല്ലാ ഉയർച്ചയ്ക്കും കാരണം ചാത്തന്നൂരിലെ പ്രബുദ്ധ ജനതയാണ്. ന്യൂസ് കേരളം, കൊല്ലം.
അഞ്ചൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന കേശവ് മെഡിക്കൽസിൽ പുതുതായി ആരംഭിച്ച പോളിക്ലിനിക്കിൽ എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 4:30 മുതൽ 6:30 വരെ ഓർത്തോപെഡിക്സ് ആൻഡ് ഡയബറ്റോളജിയിൽ പ്രാവീണ്യം നേടിയ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. രാവിലെ 9 മുതൽ വൈകിട്ട് 9 വരെ 8281566342 എന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ്.